േക്ക് കടന്നു പോകുമ്പോൾ കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അപ്പോൾ യേശു കർത്താവ് അവരോട് അക്കരയ്ക്ക് കടന്നു പോകാനായി പറഞ്ഞ യാത്രയിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുകയാണ്. യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടായി. അവരുടെ ജീവന് പോകും ആപത്ത് വരത്തക്ക നിലവാരത്തിൽ അവരുടെ ജീവിതം ആകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസലോട് അവർ നിലവിളിക്കുന്ന സമയത്ത് യേശു അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ. പ്രൈസലോട് യേശു പറഞ്ഞു, ധൈര്യപ്പെടുവീൻ. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഷ്ടതയുടെ നാളുകളിൽ ഒരുവനെ കരം പിടിക്കാൻ കഴിയത്തുള്ളൂ. റിബിരി അർത്ഥമനഘടകസ്യർത്ഥനാധിയ. പ്രാർത്ഥിക്കുന്ന ഒരുവൻക്ക് മാത്രമേ പ്രൈസലോൺ അവരുടെ ഒരു വേദനിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ടി കരം കൊടുക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസലോൺ പ്രാർത്ഥിക്കുന്നവനാണ് മറ്റൊരുവൻ്റെ കഷ്ടത മനസ്സിലാകുന്നത്. പ്രാർത്ഥിക്കുന്നവനക്കാണ് മറ്റൊരുവൻ്റെ വേദന മനസ്സിലാകുന്നത്. പ്രാർത്ഥിക്കുന്നവനക്ക് മാത്രമേ പ്രൈസലോൺ മറ്റൊരുവനെ ധൈര്യപ്പെടുത്താൻ കഴിയത്തുള്ളൂ. പ്രൈസലോൺ കർത്താവായ യേശു ക്രിസ്തു അവരോട് പോകാൻ പറഞ്ഞിട്ട് പ്രൈസലോൺ അവരുടെ യാത്രയിലും കർത്താവ് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസലോൺ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തമേറിയ ഒരു അഭിഷേകമുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവവചനം പ്രാപിപ്പാൻ തക്കവണ്ണം തയ്യാറാകണം. മറ്റൊരുവന്റെ കഷ്ടതയിൽ അവനോട് കൂടെ ഇരിക്കണമെങ്കിൽ രാത്രിയിലും മറ്റൊരുവനെ ധൈര്യപ്പെടുവാൻ തന്നെത്താനെ ധൈര്യപ്പെടുകയും മറ്റൊരുവനെ ധൈര്യപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. പ്രൈസലോട് ഒരു വിശ്വാസിക്ക് നിർബന്ധമായിട്ടും പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. കൂട്ടായ്മകൾ നല്ലതാണ്, ഉപവാസ പ്രാർത്ഥനകൾ നല്ലതാണ്, കോട്ടേജ് മീറ്റുകൾ നല്ലതാണ്, സ്പെഷ്യൽ നൈറ്റുകൾ നല്ലതാണ്, സ്പെഷ്യൽ പ്രയറുകൾ നല്ലതാണ്, പ്രൈസിൽ ഉപവസിക്കാതെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ഒരു പേഴ്സണൽ പ്രെയർ നിർബന്ധമായിട്ടും ഓരോ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു അഭിഷേകത്തിൽ ദൈവജനം കയറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ്